പ്രിയമുള്ളവരെ, എല്ലാവർക്കും നിഹാസ് ബല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മുടെ കൊമ്പങ്കാട്ട് കോയയുടെ കുറച്ച് കോമഡി വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എൻ്റെ ട്രോൾ വീഡിയോ. അപ്പോൾ പിന്നെ സമയം ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല, പോരൂ എൻ്റെ കൂടെ, വാ. കൂടുതലൊന്നും പറയരുത്, ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്, അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. എന്താ കൊയൊക്കെ ഇങ്ങനെ ഹാലിളകി പോണ്? കോളേജിൽ രക്ഷിതാക്കളെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഒറ്റ ദിവസം എന്റെ ചെറുക്കൻ ക്ലാസ് കയറിയിട്ടില്ലല്ലോ. ഒരെ കൊരവള്ളി വലിച്ചു പൊട്ടിച്ചെന്ന ദിവസം. കുഞ്ഞപ്പോ എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാ? പെരിയിൽ മാത്രം പ്രസന്റ് ആയാൽ പോരാ, സ്കൂളിലും പ്രസന്റ് ആവണം. പഠിച്ചാൻ പറഞ്ഞ അവൻ കേൾക്കൂല. കൂടുതലൊന്നും പറയരുത്, ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്, അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. കുട്ടൊക്കെ വിട്ടോണ്ടായി നടക്കേ. ഇങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. ഇന്നത്തെ നാസിഡോള് കൊട്ടണ പോലെ കൊട്ടേ എന്തേലൊക്കെ ഒരു പണി കൊടുക്കണല്ലോ. ആഹാ, അന്റെ കൂതര കോട്ടക്കൊക്കെ അന്വേഷിച്ചാൻ പോയോണ്ട് വരട്ടെ. അത് ശരിയാക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് പഠിച്ചുകൊണ്ട് ഒരു പണിയിലാണ് കയറാ. ഇനി എന്റെ കുതിരളി നടക്കൂല ഇവിടെ. ഒച്ച അത് അംസാജിന്റെ പേരിന്നേ പടക്കം കെട്ടെറിയാണ്. നമ്മൾ കൊടുത്ത ഗുണ്ടുകളില്ലേ, അവിടുത്തെ ഔടുന്ന് ഞാൻ കലക്കും. ഇജ്ജ് കൊടുക്കല്ലേ, എനിക്ക് ഒന്നല്ല. സൈന, എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കമ്മൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ കൊണ്ടും. കുൽസുവിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒന്നും വാങ്ങി കൊടുക്കലില്ല. ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ അപ്പൊ പറയാ. എപ്പോ എനിക്ക് ഞാൻ വാങ്ങി തന്നില്ലേ, പിന്നെ എന്തിനാ നല്ലത്? സൈന കുക്കറിന്റെ വിസിലടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുരിയച്ച, ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. സൈന, എനിക്ക് താടിയൊക്കെ വന്നിക്കണോ? എന്നിട്ട് എവിടെ കോയക്ക വെച്ചോ? തലക്കണിന്റെ അടിയിലുണ്ട്. പിന്നെ അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? പഠിച്ചമ്പുരാനെ, എങ്ങനെ ഇതിപ്പോ ഒന്ന് കിട്ടുക? കുരിയച്ചന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് കരുതുകയരുത്. എത്ര കാലം കഴിഞ്ഞാ മരിക്കാന്നറിയില്ലല്ലോ, അതുവരെ ജീവിച്ചു പോകണ്ടേ. പടച്ചോനെ, സ്വർണത്തിന്റെ കമ്മലോ. എവിടെ? പടച്ചോനെ, എന്റെ കമ്മലെവിടെ? കുഞ്ഞാപ്പോ, ഞാൻ ജനാസക്കുള്ള വണ്ടി വിളിച്ചറിയാന്നല്ലേ. കിട്ടി കിട്ടി. എന്താ കിട്ടിയത്? എന്റെ പച്ചിജ് വിചാരിച്ച ആളല്ല, പിന്നെ ഞാൻ വിചാരിച്ച ആളാ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈ മുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. തലാണിന്റെ അടിയിൽ നിന്ന് സ്വർണത്തിന്റെ കമ്മല. പടച്ചോനെ, എന്റെ പച്ചക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്നോട്. അരക്കുള്ള അല്ലാതെ. കമ്മലാങ്ങിക്കേ, എന്റെ കമ്മല പൊട്ടിട്ട് മാസം എത്ര അത് നന്നാക്കി തന്നിക്കണ. വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഞാൻ കണ്ടുപിടിച്ചോണ്ട് നിങ്ങളൊക്കെ ഭാഗ്യം. എന്തത് എന്താണിത്? അത് മോട്ടിയ ഞാൻ പറഞ്ഞുതരാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈനാത്തേക്ക് വാങ്ങിയ കമ്മലാണെന്നാണ് പറഞ്ഞാൽ പറ്റിയ. ഉറങ്ങി കിടക്കുമ്പോ തലക്കിന്റെ അടി നിർത്തിയാണ് പോയിക്കേ. സൈനാത്തന്റെ ചിമ്മയ്ക്കും കമ്മൽ കോയപ്പൻ കട്ടോണ്ട് പോയി. നമ്മൾ ആണുങ്ങളല്ലേ മാഷേ, തളർന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ. എന്താണിത്? എനിക്ക് കമ്മല വാങ്ങാതെ നിങ്ങൾ സൈനാത്തൊക്കെ വാങ്ങി കൊടുത്തേക്കല്ലേ? നിക്ക്, ഞാൻ ഇമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കണ്ടേ. മുണ്ടല്ലേ
അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ആലോചിച്ചിട്ടില്ല. എനിക്കും വേണമെന്നാല് വാങ്ങിത്തരാ. എവിടുന്നെങ്കിലും വാങ്ങി തന്നാ പോരാ. എനിക്കും SS ഗോൾഡ് തന്നെ വാങ്ങി തന്ന അവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്നുള്ള ഞാൻ കേട്ടിക്കണ. ഇപ്പൊ ചങ്കുണ്ണുകാരെ വരട്ടാൻ നോക്കണ്ട. പോണ എനിക്ക് വാങ്ങിത്തരാം മോൾട്ടിയെ. എന്നാ മോൾട്ടിയാ പോവാ. എങ്ങനെ ഇജ്ജ് അറിഞ്ഞു? അതിരിക്കറിയാലോ അവസാനം അയിമ തന്നെ എത്തുള്ളൂ. ഉത്സവം ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ട, മന്തിയായിട്ട് വരാം. ചന്തി പൊളിയണ്ടാന്നിട്ട് ഇങ്ങോട്ട് പോരി. എനിക്ക് ഇത്തിരി തണ്ണുണ്ട്. നിനക്കോടി എനിക്ക് പിന്നെ ദണ്ണമില്ലാണ്ടിരിക്കോ?